Good morning everyone. Welcome to my YouTube channel. അല്ല, our YouTube channel. ഫ്രെയിമിന്ന് പോ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല. ഇന്നൊരു ശനിയാഴ്ചയായി. ഞങ്ങൾ രാവിലെ കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അറിയാലോ, ഇത് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ കാണിക്കാനുള്ള ഒരു സ്ഥിതിയിലെത്തിയിട്ടില്ല. ഓക്കെ, ഒരു ഹോം ടൂറൊക്കെ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എസെൻഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ടേ മുതലേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐക്യയുടെ ബാംഗ്ലൂർ നാഗസാന്ദ്രയിൽ ഓൾറെഡി അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്. അത് പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ബുഡ്ഗിരി ക്രോസ് എന്ന് പറയും, വൈറ്റ് ഫീൽഡിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് പോകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഐക്യ നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ഐക്യ എസൻസായി എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഷോറൂം ഇവിടെ വൈറ്റ് ഫീൽഡിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, എസെൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക്കലി കർട്ടൻസ്, പിന്നെ കുറച്ച് ഒരു 2-3 ചെയർ, സ്റ്റൂള്, ഒരു ഡൈനിങ് ടേബിള്, അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പോയി ഇന്ന് വാങ്ങിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ചില്ലറ കുറച്ച് പാത്രങ്ങൾ. പുള്ളിക്കാരിക്ക് അവിടുത്തെ ഐക്യയിലത്തെ പാത്രങ്ങളോട് വലിയ താല്പര്യം. അന്ന് പണ്ട് സിഡ്നിയിലുണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരി പോയിട്ട് അവിടുന്ന് പാത്രങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ചോദിച്ചു നോക്കാൻ റെഡി ആയോ എന്ന് മോളും അമ്മയും കൂടിയിട്ട്. അമ്മയും മോളെ, അപ്പോൾ അമ്മയും മോളെന്താ റെഡി ആയാ? റെഡി. പോവാൻ റെഡിയാണോ? ദേവുട്ട, ആർ യു റെഡി? യു ഷുവർ? ഇന്നെന്താ പരിപാടി? അങ്കിളോ? ഓ, ഐക്യ എന്നാണ് അങ്കിൾ എന്ന് പറഞ്ഞത്. ഐക്യയിൽ എന്താ പരിപാടി? എന്താ വേണ്ടേ? അതാണ് പ്രശ്നം. ഇവളുടെ അടുത്ത് ഇപ്പോൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ കാശ് കൊണ്ട് ഈ കുഞ്ഞാണ്ടിക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ വലിച്ച് വാരി ഇടാനുള്ള പരിപാടിയും. അപ്പോൾ അത് വേണ്ട. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ബാൽക്കണിയാണ്. വലിയ വ്യൂ ഒന്നുമില്ല. ഇപ്പോൾ അവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കും. ഈ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ 2 ക്ലബ് ഹൗസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലബ് ഹൗസ് ഇത് ഇങ്ങനെ കുറ്റിയും കോലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു ക്ലബ് ഹൗസ് അവിടെ പുറത്ത് ഇതിൻ്റെ പിന്നിലായിട്ടുണ്ട്. അതായത് എൻട്രൻസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഈ കാണുന്നത് ടവർ 1, ഇത് ടവർ 2, ടവർ 3യുടെ എൻട്രൻസ് ഇതിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ നിൽക്കുന്നത് ടവർ 4ലാണ്. പിന്നെ ടവർ 5 ഇത് മാത്രമേ ഇപ്പോൾ കംപ്ലീഷൻ വന്നിട്ടുള്ളൂ. പിന്നെ ടവർ 6 കംപ്ലീഷൻ ആയെന്ന് തോന്നുന്നു. 7, 8, 9 അത് ഫേസ് 2 ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തേക്കണത്. ഈ നേരെ മുമ്പിൽ കാണുന്നതൊക്കെ പ്രസ്റ്റീജ് ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇത് ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല എയറാണ് ഇവിടെ. നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെയാണ്. പക്ഷേ പൊടിയുണ്ട്. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരു പൊടിയൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ തന്നെ അവർ ക്ലീൻ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം ഇപ്പോൾ വരയ്ക്കും ബോർവെല്ലാണ്. പക്ഷേ അവർ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ ടാങ്കറിൻ്റെ ഒക്കെ വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഈസ് വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപയോഗിക്കാനുള്ള വെള്ളം അവർക്ക് ബോർവെല്ലായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ കുറേ പേര് ഇവിടെ പാലുകാച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ്ങൊക്കെ നടത്തി കുറേ പേര് കയറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 10, 15, 20 പേരൊക്കെ കാണാനുണ്ട്. പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്തോറും നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് കാണിച്ചു തരാം, ഓരോരുത്തരൊക്കെ ആയിട്ട് കാണിച്ചു തരാം. കുറേ പരിചയക്കാരൊക്കെ കിട്ടും, നമുക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കെ അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇട്ടാലും എങ്ങനെയാണ്? പിന്നെ ഓക്കെ, വേഗം വിടാം. അപ്പം ശരി, എന്നാൽ പൊരി. അപ്പോൾ കുറച്ച് യുദ്ധത്തിനൊക്കെ ശേഷം ഈ കാന്താരീനെയും കൊണ്ട് ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ യുദ്ധത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങി. ലിഫ്റ്റ് അമ്മക്കണ പരിപാടി അത് അവളുടെയാണ്, ദേവുവിൻ്റെ പരിപാടിയാണ്. ദേവു, ആർ യു ത്രിൽഡ്? Excited? Yes.
എന്താ വാങ്ങാൻ പോണ ദീപു? ബോളോ? ആ ബോളല്ല, തേങ്ങ. ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് ഈ ലിഫ്റ്റ് വരുന്ന സമയം ഒന്ന് പറഞ്ഞേക്കാന്ന് വെച്ചാൽ. എന്താണെന്നറിയോ, ഞങ്ങൾ ഏപ്രിൽ മാസത്തിലെ കൊച്ചിയിൽ വീട്ടിലുള്ള സമയത്ത് ഞങ്ങളൊരു വീഡിയോ എടുത്തായിരുന്നു. ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോട്ട് 10 ലക്ഷം ആൾക്കാർ കണ്ടിരിക്കുക. എന്തൊരു സന്തോഷമില്ലാത്ത. ആർക്ക് സന്തോഷമില്ലല്ലോ? ആർക്കും സന്തോഷമില്ലല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഞാനല്ല പൊട്ടത്തിനായിട്ട് അഭിനയിച്ചത്. 10 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ഞാനും. അപ്പം നമ്മുടെ ബേസ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ബേസ്മെന്റ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, മൊത്തം ചളി പിളി ബഹളൊക്കെയാണ് ഇവിടെ. പക്ഷേ ഇനി ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അതെന്താണ് സർപ്രൈസ്? അറിയില്ല? ഈ സർപ്രൈസ് അറിയില്ലേ? നമ്മുടെ പുതിയ അതിഥിനെ കാണിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ ഒരു ഉണ്ണിക്കുട്ടനെ കാണിച്ചു തരാം ഞങ്ങള്. ഓക്കെ, നമ്മള് ഒരു ഉണ്ണിക്കുട്ടനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ ഒരു ഉണ്ണിക്കുട്ടനെ പോലെയില്ലേ കണ്ടിട്ട്? ഇത് നമ്മുടെ ദേവുവിന് വേണ്ടിയിട്ട് ഒരു ഉണ്ണിക്കുട്ടനെ വാങ്ങിച്ചതാ. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള കാറ് ഇപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ കൊച്ചിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർ വരുന്ന വരയ്ക്ക് നമുക്കൊരു കാർ ഇവിടെ അത്യാവശ്യമായിരുന്നു. എന്ന് വെച്ചാൽ ബേസിക്കലി മോളെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരെണ്ണം വേണമായിരുന്നു. അപ്പം നമ്മൾ വേഗം തന്നെ സ്പിന്നി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണല്ലോ, അത് അവർ യൂസ്ഡ് കാർസ് വിൽക്കുന്നത്. അപ്പോൾ അവരടുത്ത് പോയിട്ട് നമ്മൾ ഇതൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു റെഡിഗോ ആണ്, ഡാറ്റ്സൻ്റെ റെഡിഗോ ആണ്. ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്, പക്ഷെ നമുക്ക് ചുടുവിലയ്ക്ക് സാധനം കിട്ടി. അത് ഫസ്റ്റ് ഡേ തന്നെ വന്ന് നമ്മൾ ഇവിടുള്ള സ്കൂളിൻ്റെ തുടങ്ങുന്നതിൻ്റെ പ്രീവിയസ് ഡേ പോയിട്ട് രാത്രി 11 മണിയാകുമ്പോൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഉണ്ണിക്കുട്ടൻ എന്ന് ഞങ്ങൾ തന്നെ പേരിട്ടൊക്കെയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനെയും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? ഉണ്ണിക്കുട്ടനെയും കൊണ്ട് കയറിക്കോ. അപ്പോൾ ദേവു, ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ദേവുകുട്ടന്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി. നമുക്കിപ്പോൾ ഇതൊന്ന് റൈറ്റ് തിരിഞ്ഞു പോവാം. ഇത് ചെറിയൊരു ഗ്രാമ പ്രദേശമാണ് ആക്ച്വലി. അപ്പോൾ ഇതിലൂടെ ഒരു സർപ്രൈസ് വേറെ വരുന്നുണ്ട്. സർപ്രൈസ് അല്ല, ഒരു കാണാൻ രസമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു രസമുള്ള ഒരു കാര്യം. ഇത് ജമന്തി ജെണ്ടുമല്ലി, അതിൻ്റെ ഒരു ചെറിയൊരു പാടം അല്ലെങ്കിൽ ഒരു ഫാമാണ് അത്. എന്ത് രസമാണെന്ന് അറിയോ ഇത്. എപ്പോഴും എവറി ഡേ ഐ തിങ്ക് ഇതിങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് കുറച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്യാബേജ് ആണെന്ന് തോന്നുന്നു. ക്യാബേജിൻ്റെ ഒരു ഫീൽഡാണ് അത്. നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് അത്. അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് അതിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ, അതായത് ഉണ്ണിക്കുട്ടനല്ലേ ദേവുകുട്ടൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് ഈ ഒരു പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നമ്മുടെ ഒരു കുഞ്ഞ് ഐക്യ. നമ്മള് പൊതുവെ ഐക്യനെ കണ്ടേക്കണത് ഒരു വലിയൊരു ബിൽഡിങ്ങിലാണ്. പക്ഷെ ഇത് വളരെ ഒരു കുഞ്ഞൊരു ഐക്യ. ഐ ലൈക്ക് വെയിറ്റ് എ സെക്കൻഡ്. ഇനി നമുക്കിത് അങ്ങനെ ഉള്ളിലേക്ക് പോവാം. ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് സ്പേസ്. ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഈ ഉണ്ണിക്കുട്ടനെ ഒന്ന് സേഫായ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട്
നമുക്ക് ഉള്ളിൽ കയറി ഷോപ്പിംഗ് തുടങ്ങാം. റൈറ്റ് ദേവിട്ടാ, വാ വാ വാ. അതൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. വീണ്ടും വരാം, അങ്ങോട്ട് വരാം, വാ. നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. നല്ല ചെടികളൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. നല്ലൊരു രസമുണ്ട് കാണാൻ, നല്ലൊരു ആംബിയൻസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐക്യമല്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവരുടെ ഒരു ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ. അതും ഇവരുടെ ബിൽഡിങ് കണ്ടു കഴിഞ്ഞാൽ രസമുണ്ട്. അത് ലെസ് സിമെൻ്റാണ് ഉപയോഗിച്ചാണ് കണ്ടിട്ട്. വെച്ചാൽ ഒരു ബ്രിക്ക് വെച്ച് അതിൽ ആ ബ്രിക്ക് വെക്കാനുള്ള ഒരു സിമെൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു പില്ലറൊക്കെ വെച്ചേക്കണത് അയണ്ട ഒരു ബാർ വെച്ചിട്ടൊക്കെയാണ്. ലുക്സ് ഗുഡ്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം അങ്ങനെയാണ് ഇപ്പോൾ.
അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്യ ഒരു കുഞ്ഞു കുട്ടിയാണ്, ഇതിപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ, വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലില്ല. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇവിടേക്ക് വരണമെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ ക്യാബിനറ്റൊക്കെ വെക്കണം, വാർഡ്രോബ്സൊക്കെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും, അതിനുള്ള ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് അവർ നിങ്ങൾക്കൊരു എസ്റ്റിമേഷനും കോഡ്സൊക്കെ തരും. പിന്നെ ചെറിയ തോതിലുള്ള പ്ലേറ്റും എസെൻഷ്യൽസ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ നാഗസന്ദ്രയിൽ കാണുന്ന ടൈപ്പിലുള്ള ഒരു കളക്ഷൻസ് അത് ഇവിടെ ഇല്ല, ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിലൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അനദർ ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ ഇതൊന്നും കൂടി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇതല്ലാണ്ട്, ഈ പ്ലാനിങ് അല്ലാണ്ട് വേറെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് കളക്ഷൻസ് വളരെ കുറവാണ്, അധികം സാധനങ്ങളില്ല അവിടെ. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യ വിട്ടിട്ട് നമ്മുടെ സ്വന്തം ഡിമാർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാലോ എന്നാലോചിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഹൂഡി സർക്കിളിലുള്ള ഡിമാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ പോവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു ചേഞ്ച് വന്നു. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിമാർട്ടിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. പോണ വഴിയിൽ മുഴുവനും നല്ല ബ്ലോക്ക്. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മാളുണ്ട്, ഓറിയോൺ മാളാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഓൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ വന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചിടുങ്ങിന് ഒരു ആവശ്യം, അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാർ ഓടിക്കണം എന്നാ. ഹായ് പറ. അപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഭണ്ടാറിറങ്ങിപ്പോയി. കർട്ടൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. പക്ഷെ വൈറ്റ് ഫീൽഡ് മൊത്തം കറങ്ങിയിട്ട് നമുക്ക് വേണ്ട സാധനം കിട്ടിയില്ല. അവസാനം ഇവിടെ മാളിൽ വന്നപ്പോൾ ഇതായി നമുക്ക് വേണ്ട കറക്റ്റ് സാധനം അങ്ങനെ കിട്ടുകയും ചെയ്തു. ചെറിയ കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും ശരി ബാക്കിയോടത്ത് അപേക്ഷിച്ചിടത്തോളം ലാഭമാണ്. പക്ഷെ ഒരു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് അലഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. വീടിൻ്റെ അടുത്ത് തന്നെ സാധനം ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടില്ല. പിന്നെ കുഞ്ഞാണ്ടി ഇതാ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളും കുറേ എന്തൊക്കെയോ ബലൂണും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീടിനെ കൂടെ ഉണ്ടാ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഇത് നേരെ വീട്ടിൽ പോകണു, ഇതൊക്കെ കൊണ്ട് വെക്കണം, ഒന്ന് കുളിക്കണം, ചായ കുടിക്കണം, റിലാക്സ് ചെയ്ത് കാര്യം നീട്ടി ഇരിക്കണം. ശരി, എന്നാൽ ബൈ ബൈ.